Good afternoon. Today we are going to start a new topic, that is salient features of Indian Constitution. That will become the most important topic of Indian Constitution. Okay, so shall we start? The one of the first salient feature of Indian Constitution is lengthiest written constitution. Lengthiest written constitution. Yes. So India's constitution is the most lengthiest written constitution in the world. So in this moment, I want to share one more thing. ഏതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 1789 വന്ന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇസ് ദ ഓൾഡസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദാറ്റ് ഈസ് ഷോർട്ടസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ. ദാറ്റ് ഈസ് ഷോർട്ടസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ. സോ ഇത്രയുമാണ് നമുക്ക് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തിയസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചറിന് അണ്ടറിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തിയസ്റ്റ് ആകാൻ കാരണം? There are a lot of reasons. So one of the reason is the geography. A diverse geography, India's diverse geography, and single constitution for both center and state. And we can say that the Government of India Act 1935 was the greatest source of Indian Constitution. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയ സോഴ്സ്. അപ്പൊ അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒരു ബിഗ്ഗസ്റ്റ് ഡോക്യുമെന്റ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺ ഫോർ ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആൻഡ് എപ്പോഴും നമുക്ക് പറയാവുന്നത് ഒരുപാട് ലാംഗ്വേജുകൾ സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപാട് റിലീജിയൻ സപ്പോർട്ട് ചെയ്യുന്ന, വൈഡ് റേഞ്ച് ഓഫ് ജോഗ്രഫിക്കൽ റീജിയൻസ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അപ്പൊ ഇതെല്ലാം എഴുതി തീർക്കണമെങ്കിൽ വി നീഡ് എ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മൾ വി ഹാവ് ടു റിമെമ്പർ 3 numbers: 395, 395, 12 and 8. So this is very, very important. 395 articles, 12 sorry, not 12, 22. So 395 articles, 22 parts and 8 schedules. ഇങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിരിക്കുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ is having 395 articles, 22 parts and 8 schedules. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. And the second feature of Indian Constitution is drawn from various sources. Yes. So നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ദ മേജർ സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എമർജൻസി പ്രൊവിഷൻസ് ഉണ്ട്, അതുപോലെ ജുഡീഷ്യറി ഉണ്ട്, ഫെഡറൽ സിസ്റ്റം ആണ് എന്ന് പറയുന്നു. These are the features of Indian Constitution and these features are adopted from Government of India Act 1935. So താല്പര്യമുള്ളവർക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് നമ്മൾ ഡ്രോൺ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, ഫെഡറൽ സ്കീം. 2, ഗവർണേഴ്സ് ഓഫീസ്. 3, ജുഡീഷ്യറി. 4, പബ്ലിക് സർവീസ് കമ്മീഷൻ. 5, എമർജൻസി പ്രൊവിഷൻസ്. 6, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. So federal scheme, governor office, public service commission, judiciary, emergency provisions,
administrative details. So these are the main features of the constitution which is drawn from 1935 Government of India Act. ഇനി ഞാൻ ഓരോരോ ഫീച്ചേഴ്സ് വരുമ്പോൾ പറയാം ആ ഫീച്ചേഴ്സ് എവിടെ നിന്നൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. സോ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ പല പല കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് ആണ്. ആൻഡ് തേർഡ് വൺ ഈസ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഈ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് മെൻ ബൈ ഫ്ലെക്സിബിലിറ്റി. സോ എങ്ങനെ ചേഞ്ച് ചെയ്യാം? സോ ഹിയർ കംസ് അനദർ number, that is 368. 368. So 368 is the article where the amendment details are provided. Constitutionലെ 368 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ. അപ്പോ നമുക്ക് അടുത്ത ചോദ്യം, ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫീച്ചർ ആണ്. സോ ഇത് എവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്ത ഫീച്ചർ ആണ്? സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത ഫീച്ചർ ആണ്. സോ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത ഒരു ഫീച്ചർ ആണ് ഈ അമെൻഡ്മെന്റ് ചെയ്യാം എന്നുള്ള ഫീച്ചർ. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത ഒരു ഫീച്ചർ ആണ്. ഓക്കെ, സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡുമാണ് ഫ്ലെക്സിബിളുമാണ്. ഈ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാനേ പറ്റത്തില്ല, അതാണ് റിജിഡ്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡും ആണ് ഫ്ലെക്സിബിളും ആണ്. ഓക്കെ, സോ റിജിഡ് ആയ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാമ്പിൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ദ ഓൾഡസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദിസ് ഈസ് റിജിഡ് ഓൾസോ. അത് റിജിഡ് ആണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. ഇനി ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാമ്പിൾ ആണ് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നമ്മുടേത് ബ്ലെൻഡിങ് ഓഫ് ബോത്ത് ആണ്. എന്തുകൊണ്ട് ബ്ലെൻഡിങ് ഓഫ് ബോത്ത് എന്ന് പറയാൻ കാരണം, നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും, പക്ഷെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ മെജോറിറ്റിയുടെ അപ്രൂവൽ കിട്ടിയിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2/3 ഓഫ് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ്, പാർലമെന്റിലെ പ്രസന്റ് ആയിരിക്കുന്ന മെമ്പേഴ്സിൽ 2/3%, 2/3 part should be passed, should pass. 2/3 part of majority of members present in the parliament should pass the particular amendment. അപ്പോ കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ, വളരെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ബ്ലെൻഡിങ് ആണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് 368 എന്ന ആർട്ടിക്കിൾ ആണ്. ദാറ്റ് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദ amendment of the constitution and that feature is drawn from South Africa. Okay, then നാലാമത്തെ ഫീച്ചർ ഫെഡറൽ സിസ്റ്റം. സോ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മുടെ രാജ്യം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ആർട്ടിക്കിൾ 1 ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഈ ഫെഡറൽ സിസ്റ്റം എന്ന ഫീച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് എടുത്തതാണ്. ഓക്കെ, സോ ദിസ് ഫീച്ചർ ഈസ് ഓൾസോ ഡ്രോൺ ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സോ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. സോ that is included in article 1. So federal system with unitary bias is the fourth feature of Indian constitution. Fifth feature endana? Parliamentary form of government. Parliamentary form of government. Yes, നമുക്ക് parliamentary form of government ആണ് അല്ലെ? നമുക്ക് മെജോറിറ്റി ഉള്ള പാർട്ടിയാണ് റൂൾ ചെയ്യുന്നത്. മെമ്പർഷിപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ലെജിസ്ലേച്ചർ,
ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ചീഫ് മിനിസ്റ്റർ. അപ്പൊ ഇതെല്ലാം പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് ആണ്. ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഫീച്ചർ ശരിക്കും എടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. നമുക്ക് പറയാം മദർ ഓഫ് പാർലമെന്റ്. സോ പാർലമെന്റ് ഫീച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് മെജോറിറ്റി പാർട്ടിയാണ് ഭരിക്കുന്നത്. അതിൽ ഏറ്റവും ലീഡർഷിപ്പിൽ വരുന്ന ആള് PMO CMO ആണ്. മെമ്പേഴ്സ്, മിനിസ്റ്റേഴ്സ് ഷുഡ് ബി ദ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ. സോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് പാർലമെന്ററി ഫീച്ചേഴ്സ്. സോ ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഫീച്ചർ ഈസ് ടേക്കൺ ഫ്രം ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഒരു ഫീച്ചർ എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവറിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. സോ നമുക്കറിയാം സുപ്രീം കോടതി can declare parliamentary law as unconstitutional. സുപ്രീം കോടതിക്ക് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ലോ അല്ലെങ്കിൽ ഒരു ഡിസിഷനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ജുഡീഷ്യറിക്ക് ഉണ്ട്. അപ്പോ നമുക്ക് സൊവേറിയൻ പാർലമെന്റ് സിസ്റ്റവുമാണ്, പക്ഷെ അതിൽ ജുഡീഷ്യൽ സുപ്രീമസിയുമാണ്. സോ ഈ പാർലമെന്റ് എടുക്കുന്ന ഒരു ഡിസിഷനെ റിവ്യൂ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, സോ ദ പാർലമെന്റ് പാസ്ഡ് ലോ can be reviewed by Supreme Court. So that can be called as judicial review. So the judicial review എന്ന ഫീച്ചർ എടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ഫീച്ചർ എടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നമുക്കറിയാം സൊവേറിയൻ പാർലമെന്റ് എന്ന് പറയുന്ന ഫീച്ചർ എവിടെ നിന്നായിരിക്കും എടുത്തിരിക്കുക? ബ്രിട്ടനിൽ നിന്നായിരിക്കും എടുത്തിരിക്കുക. ഓക്കെ, സോ ഇനി ലാസ്റ്റ് ഫീച്ചർ, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. സോ നമുക്ക് ഇന്റഗ്രേറ്റഡും ഇൻഡിപെൻഡന്റുമായ ജുഡീഷ്യറി സിസ്റ്റംസ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സിസ്റ്റം ആണ് സുപ്രീം കോടതി. ബട്ട് വി ആർ ഹാവിംഗ് ഡിഫറെന്റ് ക്ലാസസ് ഓഫ് കോർട്ട് സിസ്റ്റം ഓൾസോ. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, ലോവർ കോർട്ട്സ്, അങ്ങനെ കുറെ കോർട്ടുകൾ ഉണ്ട്. അപ്പൊ ഇവയെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്. ബട്ട് at the same time the independent judiciary ആയിട്ട് സുപ്രീം കോടതിക്ക് ഡിസിഷൻ എടുക്കാനും സാധിക്കും. ഓക്കെ, സോ നമ്മുടെ സുപ്രീം കോടതി റിലേറ്റഡ് ആയ കാര്യങ്ങളെല്ലാം, കോർട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ, സുപ്രീം കോടതി എസ്പെഷ്യലി സുപ്രീം കോടതി റിലേറ്റഡ് ആയ എക്സ്പെൻസസ് എല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സെൻട്രൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് സുപ്രീം കോർട്ടിന്റെ എക്സ്പെൻസുകൾ എല്ലാം വഹിക്കുന്നത്. നമുക്കറിയാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഒക്കെ നമുക്ക് പഠിക്കാം. സോ നമുക്ക് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉണ്ട്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ. സോ അതിൽ സെൻട്രൽ ഫണ്ടിൽ നിന്നാണ് സുപ്രീം കോടതി എക്സ്പെൻസസ് എല്ലാം വഹിക്കുന്നത്. സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് സ്റ്റേറ്റിന് ഹൈക്കോർട്ടിന്റെ എക്സ്പെൻസസ് എല്ലാം വഹിക്കുന്നത്. സോ ദീസ് ആർ ദ 7 features. Then again we are having some other features, that is fundamental rights. So fundamental rights എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില് 22 പാർട്ട് ഉണ്ട്. അതിലെ 3rd പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 3rd പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 32 വരെ ഉള്ള ആർട്ടിക്കിൾസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ഫീച്ചർ കടം കൊണ്ടത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഫീച്ചർ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഫീച്ചർ കടം കൊണ്ടത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, സോ നോക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് 3rd പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ ആർട്ടിക്കിൾ 14 to 32 ആണ്
അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടം കൊണ്ടതാണ് എന്ന്. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ശരിക്കും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതാണ്. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് എൻഫോഴ്സ് ചെയ്യാൻ നമുക്ക് കോടതിയുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ വി ക്യാൻ ഗോ ടു കോർട്ട്. ബിക്കോസ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് എന്താ പറയാ അലോ ചെയ്തു തരുന്ന, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഗാർഡ് ചെയ്യുന്ന ആൾക്കാരാണ് കോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ചോദ്യം ചെയ്താൽ നമുക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കും. അടുത്ത ഒരു ഫീച്ചറാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ചോദ്യമാണ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 4th പാർട്ടിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നോവൽ ഫീച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അംബേദ്കർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ വിളിച്ചിരിക്കുന്നത്. നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 4ലാണ് അത് പറയുന്നത്. സോ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഈ ഒരു കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് ഐറിഷ്. ഓക്കെ, അപ്പോ ഇതിനെ നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മുടെ ഭരണഘടനാ ശില്പി, ഡ്രാഫ്റ്റ് മാൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് BR അംബേദ്കർ, അദ്ദേഹം വിളിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്തിനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? നമ്മുടെ ആർട്ടിക്കിൾ 33 മുതൽ 51 വരെ പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 33 മുതൽ 51 വരെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആകാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ഗവൺമെന്റിനോട് പറയുന്നതാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് which instruct the government to make India as a welfare state. ഇന്ത്യയെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കാനുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് ആണ് 4th പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്. They are called directive principles of state policy and that feature is taken from Irish constitution. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത് പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 4A എന്ന് പറയുന്ന പാർട്ടിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇരിക്കുന്നത്. 4A ആർട്ടിക്കിൾ ആണെങ്കിൽ 51A. 51A എന്ന ആർട്ടിക്കിളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഫീച്ചർ നമ്മൾ എടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. USSR. നമുക്ക് കുറേയേറെ റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നമ്മുടെ രാജ്യത്തോട് നമുക്ക് കുറേയേറെ ഡ്യൂട്ടീസ് ചെയ്യാനുണ്ട്. ആ ഡ്യൂട്ടീസുകളെ കുറിച്ച് പറയുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. സോ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 51A അതുപോലെ പാർട്ട് ആണെങ്കിൽ 4A ആണ്. ഈ ഒരു ഫീച്ചർ എടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. സ്വരൻ സിംഗ് എന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരണം എന്ന് റെക്കമെൻഡ് ചെയ്തത്. So that is very, very important. And the most important thing, Indian Constitution 1950 വരുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ല. 1950 ജാനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ല. ആ സമയത്ത് ഇല്ലാതിരുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 1976 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്.
1976-ലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. അപ്പോഴൊരു ചോദ്യമുണ്ട്, ഇഫ് വി ആർ മേക്കിംഗ് എ ചേഞ്ച് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വി വിൽ കോൾ ഇറ്റ് ആസ് അമെൻഡ്മെന്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? അമെൻഡ്മെന്റ് എന്ന് വിളിക്കും. അമെൻഡ്മെന്റ്. ഈ അമെൻഡ്മെന്റ് എത്രാമത്തെ അമെൻഡ്മെന്റ് ആണ്? 42ാമത്തെ അമെൻഡ്മെന്റ് ആണ്. 42nd അമെൻഡ്മെന്റ് ആണ്. 42nd അമെൻഡ്മെന്റ് ആണ്. ഓക്കെ, 42nd അമെൻഡ്മെന്റ് ആണ്. സോ 1976-ലെ 42nd അമെൻഡ്മെന്റ് പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ഇൻക്ലൂഡഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റിലേറ്റഡ് ആയി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. And the next feature is secular state. We know that. What do you mean by secular? Secular state എന്ന് പറഞ്ഞാൽ എന്താ? Any particular region cannot be official religion. നമ്മുടെ രാജ്യത്ത് ഒരു official religion ഇല്ല. Any Indian citizen can follow any religion. So that is meant to be secular state. ഈ secular എന്ന് പറയുന്ന വേർഡ് നമ്മുടെ പ്രിയാമ്പിളിലുള്ള ഒരു വേർഡാണ്. പ്രിയാമ്പിൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഓഫ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ ഉള്ള ഒരു വേർഡാണ് ഈ സെക്കുലാർ എന്ന വേർഡ്. ഈ സെക്കുലാർ എന്ന വേർഡും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന കാലത്ത് ഇല്ലായിരുന്നു. 1976-ല് ഈ 42nd അമെൻഡ്മെന്റ് പ്രകാരം തന്നെയാണ് സെക്കുലാർ എന്ന വാക്ക് പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തത്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ 2 കാര്യങ്ങൾ 42nd അമെൻഡ്മെന്റിൽ ചെയ്തു എന്ന് പഠിച്ചു. ഒന്ന്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. 2, സെക്കുലാർ എന്ന വേർഡ് ആഡ് ചെയ്തു. അപ്പൊ 2 കാര്യങ്ങൾ ചെയ്തുല്ലോ. ഇപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം 42nd അമെൻഡ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അമെൻഡ്മെന്റ്, റൈറ്റ്? അത് കറക്റ്റ് ആണ്. ഇതുവരെ നടന്നിരിക്കുന്ന അമെൻഡ്മെന്റുകളിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട വലിയൊരു അമെൻഡ്മെന്റ് ആണ് 42nd അമെൻഡ്മെന്റ്. അതുകൊണ്ട് തന്നെ 42nd അമെൻഡ്മെന്റ് ഈസ് ഓൾസോ കോൾഡ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 42nd അമെൻഡ്മെന്റ് ഈസ് ഓൾസോ കോൾഡ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ ചേഞ്ച് വരുത്തുന്നതിനെയാണ് അമെൻഡ്മെന്റ് എന്ന് പറയുന്നത്. 1976-ൽ വരുത്തിയ ഒരു അമെൻഡ്മെന്റ് ആണ് 42nd. അത് 42ാമത്തെ അമെൻഡ്മെന്റ് ആയിരുന്നു. ആദ്യത്തെ അമെൻഡ്മെന്റ് 1951-ൽ തന്നെ നടന്നു. 1950-ൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. 1951-ൽ തന്നെ ആദ്യത്തെ അമെൻഡ്മെന്റ് നടന്നു. അങ്ങനെ നോക്കുമ്പോൾ 1976 ആയപ്പോൾ 42ാമത്തെ അമെൻഡ്മെന്റ് ആയി. സോ ദാറ്റ് 42nd അമെൻഡ്മെന്റ്, അവിടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടത്, സെക്കുലാർ എന്ന വേർഡ് ആഡ് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ ഈ 42nd അമെൻഡ്മെന്റ് ഈസ് ഓൾസോ കോൾഡ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഈ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം. വോട്ട് ചെയ്യാനുള്ള അവകാശം. അപ്പൊ അത് നേരത്തെ 21 വയസ്സായിരുന്നു. അത് പിന്നെ 18 വയസ്സാക്കി. അത് ഒരു അമെൻഡ്മെന്റ് പ്രകാരമാണ്. അതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ സിറ്റിസൺ ആണ് എങ്കിൽ മറ്റൊരു രാജ്യത്തും സിറ്റിസൺഷിപ്പ് പാടില്ല. അപ്പൊ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2-ലാണ് പറയുന്നത്. സിറ്റിസൺഷിപ്പിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2-ലാണ് പറയുന്നത്. ആൻഡ് നമ്മുടെ ആർട്ടിക്കിൾ ആണെങ്കിൽ 5 to 13, ആർട്ടിക്കിൾ 5 to 13-ലാണ് സിംഗിൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. 5 to 13 ആർട്ടിക്കിളിലാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഈസ് ദ ഫീച്ചർ വിച്ച് ഈസ് ഡ്രോൺ ഫ്രം ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ഫീച്ചർ ഡ്രോൺ ചെയ്തത്. സോ ഇത്രയും മനസ്സിലായോ? ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി 3 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഒന്ന്, ഇൻഡിപെൻഡന്റ് ബോഡീസ്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ഇൻഡിപെൻഡന്റ് ബോഡീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ UPSC, ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ബോഡീസ് ആണ്. ദേ ക്യാൻ ടേക്ക് their own decision under the privilege of Indian constitution. Okay, they have to follow the constitution rules. Okay, അപ്പൊ ഒരുപാട് ഇൻഡിപെൻഡന്റ് ബോഡീസിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പറയുന്നുണ്ട്. ഫിനാൻസ് കമ്മീഷൻ, UPSC,
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതുപോലെ എന്താ ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെ ഒരുപാട് എണ്ണത്തെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് an another feature of Indian Constitution. And of course the emergency provisions. നമ്മുടെ രാജ്യത്ത് നാഷണൽ എമർജൻസി വന്നത് എപ്പോഴാണ്? 1975 ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് നമ്മുടെ രാജ്യത്ത് നാഷണൽ എമർജൻസി വന്നത്. എന്ന് വെച്ചാൽ എന്താണ്? അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ there are 3 emergency provisions. One is state emergency, another is central emergency, and third one is financial emergency. So 3 തരം എമർജൻസിയെ കുറിച്ച് പറയുന്നുണ്ട്. സംസ്ഥാന അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ ആൻഡ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. സോ സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് സെൻട്രൽ എമർജൻസിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 352. സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 356. ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 360. ഓക്കെ, സോ സെൻട്രൽ എമർജൻസിയെ കുറിച്ച് ആർട്ടിക്കിൾ 352ലും സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് ആർട്ടിക്കിൾ 356ലും അതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ എമർജൻസിയെ കുറിച്ച് ആർട്ടിക്കിൾ 360ലും പറയുന്നു. Okay, the last feature of Indian Constitution, that is 3-tier government. So നമ്മുടെ 3-tier government എന്ന് പറഞ്ഞ ഫീച്ചർ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത് 1992ലാണ്. 1992ലാണ്. സോ 1992ല് 3-tier ഗവൺമെന്റ് എന്ന സംവിധാനം ആഡ് ചെയ്തു. അപ്പോ ഒരു അമെൻമെന്റ് എന്തായാലും ഉണ്ടാവും. ദാറ്റ് ഈസ് 73rd amendment. 73rd amendment. സോ 73rd amendment വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് 3-tier ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആഡ് ചെയ്യുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ 3-tier ഗവൺമെന്റ്? 3-tier ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. ഇങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? 3-tier ഗവൺമെന്റ് എന്ന് പറയുക. സോ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, you can comment to the video under the video, and please subscribe the channel and press the notification icon. എന്നാ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇട്ടാല് അറിയാൻ പറ്റൂ. സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്.